ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നമ്മുടെ കന്നി അയ്യപ്പന്മാരെ കുറിച്ചുള്ള വീഡിയോസാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശ്രേയക്കുട്ടി കന്യായപ്പനാണ്. അപ്പോൾ ശ്രേയക്കുട്ടിയും കണിജയും കൂടി നാളെ ശബരിമലയ്ക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശനിയാഴ്ച ദിവസമാണ് അവർ കഞ്ഞിസദ്യ നടത്തുന്നതെന്ന്. പോകുന്നത് ഞായറാഴ്ച. ഇന്ന് ഞാനും കണ്ണഞ്ചേട്ടനും ലീവാണ്. കാരണം ഞങ്ങൾ കഞ്ഞിസദ്യക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങളും ഇതുവരെ മേടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇന്നലെ വരെ കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും ലീവ് എടുത്തു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. മോളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പം ഓൾറെഡി ശബരിമലയ്ക്ക് പോകുന്നവർക്ക് അറിയാം, ഞാൻ ഈ വീഡിയോയിൽ പറയാതെ തന്നെ അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. അപ്പോൾ കഞ്ഞിസദ്യയും കൂടി നടത്തപ്പോഴത്തേക്കിന് അത്രത്തോളം കൂടുതൽ സാധനങ്ങൾ മേടിക്കണം. കണ്ണഞ്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് കഞ്ഞിസദ്യ നടത്തുന്നത്. അപ്പം ഇന്ന് ശനിയാഴ്ച ദിവസം അവിടെ ശിവദീപം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു പൂജ, അതായത് നമ്മൾ വിളക്കെടുക്കുന്നതാണ് അവിടെ. അപ്പോൾ കുറച്ച് നാളുകൊണ്ടേ ഉള്ള ആ കുഞ്ഞു മനസ്സിലെ ആ ഒരു വലിയ ആഗ്രഹം ഞങ്ങൾ നടത്തി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതുവരെയും യാതൊരുവിധ കുഴപ്പങ്ങളും ഒന്നും ഇല്ലാണ്ട് ഈ ഒരു 1.5 ആഴ്ച ഇങ്ങനെ പോയി. അപ്പം നാളെയാണ് അവർ രണ്ടാളും, മോള് കന്യമലയും കണിജേട്ടനുമായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം മോനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവന് 3 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവനെ കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്യണം. അത് മാത്രമല്ല, നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രായം വരെ പോകാനും പറ്റും, പിന്നീട് ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ പോകാനും പറ്റും. അപ്പം മോൻ എപ്പോൾ വേണേലും പോവാം. അപ്പോൾ മോൾക്ക് അതുപോലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മോളെ കൊണ്ടുപോകാമെന്ന് കരുതി. ഈ ഒരു പ്രാവശ്യം കഞ്ഞിസദ്യയൊക്കെ നടത്തി പോയി കഴിഞ്ഞാൽ ഇനി എപ്പോൾ വേണേലും നമുക്ക് മോളെ ഒന്നാം തീയതി തോറും നട തുറക്കും, അപ്പോഴെല്ലാം കൊണ്ടുപോകാം. അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി, അതായത് നമ്മൾ ഈ അവൽ നനച്ച് കഴിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലൂടെ കാണാം. അങ്ങനെ നമ്മുടെ സാമിക്കുള്ള അവൽ ദേ എത്തി. അവലിൻ്റെ കൂടെ കഴിക്കാൻ കാപ്പിയും. അപ്പോൾ നമ്മുടെ കണിജേട്ടൻ വേണ്ടേ കഴിക്കാൻ പോവാട്ടോ. എങ്ങനെയുണ്ട് കണിജേട്ടാ? കൊള്ളാമോ? അങ്ങനെ നമ്മൾ തേങ്ങ മേടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയേ. നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കുവാണേ. നമ്മളൊരു 15 തേങ്ങ എടുക്കുവാണ്. അങ്ങനെ ഞങ്ങൾ 15 തേങ്ങ എടുത്തു. തേങ്ങയുടെ കാര്യം ക്ലിയറായി. അപ്പം നമ്മൾ സമയമാകുമ്പോഴത്തേക്കിന് വന്ന് അവർ റെഡിയാക്കി വെച്ചേക്കും. സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടയിൽ വന്നിരിക്കുകയാണേ. ഇതാട്ടോ നമ്മുടെ നൗഷാദിക്ക. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. ഇത് നമ്മുടെ നൗഷാദിക്കയുടെ വൈഫാണ്. ഇവർ രണ്ടുപേരും കേട്ടോ സമയം കിട്ടുമ്പോഴെല്ലാം ഇത്ത കടയിൽ വരാറുണ്ട്, നൗഷാദിക്ക സഹായിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്ന ടൈമിൽ ഇത്ത ഉണ്ടായിരുന്നേ. ഇത്ത വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഒരു ചമ്മലോട് നിൽക്കുകയാണേ, ചിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ പപ്പടക്കടയിൽ വന്നു കേട്ടോ, പപ്പടം മേടിക്കാൻ വേണ്ടി. ഇപ്പം ഞങ്ങൾക്ക് രാത്രി കഞ്ഞിക്ക് കറിയല്ല, കഞ്ഞി, പപ്പടം, അച്ചാറ്, പയർ, ഇത്രയാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട്. നമ്മൾ പപ്പടക്കടയിൽ വന്നു ഒരു 100 പപ്പടം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ 100 പപ്പടം മേടിച്ചിട്ടുണ്ട്. ഇതാണ് പപ്പടക്കട. നമ്മൾ പെരുമ്പുഴയിൽ തന്നെയുള്ള പപ്പടക്കട.